നമസ്കാരം. അമേരിക്കയിലെ വൈറ്റ് ഹൗസിന് പുറത്തുവച്ച് 2 US നാഷണൽ ഗാർഡ് സൈനികർക്ക് വെടിയേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന 17ാം സ്ട്രീറ്റ് നോർത്ത് വെസ്റ്റും സ്ട്രീറ്റ് നോർത്ത് വെസ്റ്റും തമ്മിലുള്ള കവലയ്ക്ക് സമീപമാണ് വെടിവെപ്പ് ഉണ്ടായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വെടിയേറ്റ് US നാഷണൽ ഗാർഡ് സൈനികരുടെ നില ഗുരുതരമാണ് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ പ്രദേശത്ത് 2000ഓളം സൈനികരെ നിയമിച്ചിട്ടുണ്ട്. ഐസൻഹോവർ എക്സിക്യൂട്ടീവ് ഓഫീസ് കെട്ടിടം ഉൾപ്പെടുന്ന പ്രദേശത്താണ് വെടിവെപ്പുണ്ടായത്. ഇവിടെ നിരവധി വൈറ്റ് ഹൗസ് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് വൈറ്റ് ഹൗസ് ലോക്ക്ഡൌൺ ചെയ്തതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രതിയെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരവും പുറത്തേക്ക് വരുന്നുണ്ട്. 2021 അമേരിക്കയിലെത്തിയ 29കാരനായ അഫ്ഗാൻ പൗരൻ റഹാനുള്ള ലഗൻവാളാണ് പ്രതിയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതേസമയം സംഭവത്തിന് പിന്നാലെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. പ്രതിയെ മൃഗം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. 2 നാഷണൽ ഗാർഡ് സൈനികർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ 2 വ്യത്യസ്ത ആശുപത്രികളിലാണ് സൈനികർ കഴിയുന്നത്. പക്ഷെ അത് വളരെ വലിയ ഒരു വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപ് പ്രസ്താവനയിൽ പറയുന്നത്. നമ്മുടെ ഗ്രേറ്റ് നാഷണൽ ഗാർഡിനെയും നമ്മുടെ എല്ലാ സൈനികരെയും നിയമപാലകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവർ യഥാർത്ഥത്തിൽ മഹാന്മാരാണ്. യുണൈറ്റഡ് സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും പ്രസിഡൻസി ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട്. 2 സൈനികരുടെയും നില ഗുരുതരമാണ് എന്ന് FBI ഡയറക്ടർ കാഷ് പട്ടേലും വാഷിംഗ്ടൺ മേയർ മുറിയൽ ബൗസറും സ്ഥിരീകരിക്കുന്നുണ്ട്. വെടിയൊച്ച കേട്ട ഉടനെ പ്രദേശത്തെ മറ്റ് സൈനികർ ഓടിയെത്തി വെടി ഉതിർത്തയാളെ പിടികൂടിയതായി DC പോലീസ് മേധാവി എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ജെഫ്രി കരോൾ പറയുന്നുണ്ട്. ഇതൊരു ഭീകരാക്രമണമാണെന്ന് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വ്യക്തമാക്കുന്നുണ്ട്. 2 നാഷണൽ ഗാർഡ് സൈനികരെ വെടിവെച്ച 29കാരനായ അഫ്ഗാൻ പൗരനായ റമാനുള്ള ലഗൻവാൾ ആണെന്ന് തിരിച്ചറിഞ്ഞതായി നിയമപാലകർ അറിയിച്ചിട്ടുണ്ട്. 2021 US അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സൈനിക പിന്മാറ്റത്തിനിടെ റഹ്മാനുള്ള ലഗൻവാൾ US എത്തിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. റഹ്മാനുമായുള്ള ലഗൻവാൾ പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ DCയിലെ ഫറാഗട്ട് വെസ്റ്റ് മെട്രോ സ്റ്റേഷൻ സമീപമുള്ള വളവിൽ അമേരിക്കൻ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2:15 ഇയാളെത്തിയത്. തുടർന്ന് വെടിയുതിർക്കുകയും ഒരു വനിതാ ഗാർഡിന്റെയും നെഞ്ചിൽ വെടിവെക്കുകയും തലയിൽ വെടിവെക്കുകയും ചെയ്തുവെന്ന് നിയമപാലകർ പറയുന്നുണ്ട്. തുടർന്ന് ലഗൻവാളിന് നേരെ വെടിയുതിർത്തു. ഇതിനിടയിൽ 2ാമത്തെ ഗാർഡിനെ വെടിവെക്കുകയും ചെയ്തു. സമീപത്ത് നിലയുറപ്പിച്ച 3ാമത്തെ ഗാർഡ് പ്രദേശത്ത് ഓടിയെത്തി പ്രതിയെ കീഴ്പ്പെടുത്തിയെന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. പ്രതിക്ക് 4 തവണ വെടിയേറ്റതായും ആംബുലൻസിൽ നഗ്നനായി വലിച്ചിഴച്ച് കൊണ്ടുപോയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓപ്പറേഷൻ അലീസ് വെൽക്കം എന്ന പേരിലാണ് സൈനിക നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.